കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാം. ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാത്തു നിൽക്കുന്നതെന്ന് അറിയില്ല. ആദ്യം തന്നെ നമുക്ക് കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് തൊഴാം, പ്രദക്ഷിണം വയ്ക്കാം. അപ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെയും കണ്ട് തൊഴാം. അപ്പോൾ ഒപ്പം തന്നെ ആ ഒരു സൈഡിലേക്ക് നോക്കിയാൽ, വടക്കേ സൈഡിലേക്ക് നോക്കിയാൽ ആനന്ദശായിയായ ആനന്ദപത്മനാഭൻ്റെ ഒരു കൊത്തിവെച്ചത് കാണാം. അവിടെ ദീപമൊക്കെ കൊളുത്താറുണ്ട്. അപ്പോൾ അവിടെയും നല്ല ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതും കണ്ട് തൊഴുത് നമുക്ക് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് തൊഴുത് നേരെ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവൾക്കൊക്കെ കാണാം. വലത് വശത്ത് ആദ്യത്തെ ആ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രകാശം. അതിലിങ്ങനെ കാണുന്നത് ചെറിയൊരു ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്. ചെറിയ കുഞ്ഞി കാലാട്ടോ. അതിങ്ങനെ കാല് പിണച്ചു വെച്ചു എന്ന് പറയാം. കാൽത്തളകൾ കാണാണ്ട്. അങ്ങനെ നോക്കിയാൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരയിൽ അരമണിയും കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ ഒരു മണിമാല ഉണ്ട് മാറത്ത്. ഒരു മാങ്ങാമാലയുണ്ട്. അതേപോലെ വളയം പോലത്തെ മാലയുണ്ട്. പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. 2 കൈ കൊണ്ടും ചെറിയൊരു പൊന്നോടക്കുഴൽ ഇങ്ങനെ വിളിക്കുകയാണ്. വേണുഗോപാലനായിട്ട്, മുരളീധരനായിട്ടാണ്. അങ്ങനെ മുഖത്ത് നല്ല സന്തോഷമാണ് പൊന്നോടക്കുഴൽ വിളിക്കുന്നത്. ചെറിയ ഉണ്ണിയെന്ന് പറഞ്ഞാൽ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഭാഗവും വെറുതെ ഇങ്ങനെ ആ ഉണ്ണീനെ മാത്രമായിട്ട് ഇങ്ങനെ കാണുന്ന രസമാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ തിരുനെറ്റിയിലൊരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അതേപോലെ തോൾവളകളുടെ ആ ഭാഗത്ത് ഓരോ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. പിന്നെ തിരുമുടിമാല, 2 തിരുമുടിമാല ഉണ്ട്. 2 തിരുമുടിമാല വെളുത്ത പൂവും അതേപോലെ തെച്ചിയും. അതേപോലെ 2 ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും പിന്നെ തെച്ചിയും വെളുത്ത പൂവായിട്ടുള്ളതും അങ്ങനെ. പിന്നെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാല തുളസി മാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമായിട്ട് ചെറിയൊരു ഉണ്ണിക്കണ്ണൻ. നല്ല കൗതുകമുണ്ട് കാണാൻ. കാരണം അധികം അലങ്കാരമൊന്നും ഇല്ലാത്തതുകൊണ്ടേ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ നോക്കുക. നമ്മളിപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് വിചാരിക്കുക മനസ്സുകൊണ്ട്. എല്ലാവരുടെയും മനസ്സിൻ്റെ കൂടെ ഇങ്ങനെ വരിക. നമ്മളെ കേൾക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലാണ് നിന്ന് കാണുകയാണെന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞ് തൊഴുത് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ആലിലക്കണ്ണനെയും കണ്ട് തൊഴാം. സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശനെ കാണാം. ഗണേശൻ്റെ അടുത്ത് വരിക. അവിടെയൊക്കെ തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് തൊഴുത് വരുമ്പോൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ ഒന്ന് കണ്ട് തൊട്ട് തലോട, എന്നിട്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. വാമനരൂപവും ഗജേന്ദ്രമോക്ഷവും കാണാം. അത് കഴിഞ്ഞാൽ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. പിന്നെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അതേപോലെ തന്നെ ഭീഷ്മരുടെ ശരശയ്യയും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണൻ, അതുപോലെ മുരുകനെയൊക്കെ കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. അവിടെ നിന്ന് കുങ്കുമം ധാരാളമുണ്ട്, മാലകളൊന്നുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം.
ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പിന്നെ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് ഭഗവാന്റെ നൃത്താറിയും അതേപോലെ കൊടിമരമൊക്കെ കണ്ട് കിടാവിളക്കൊക്കെ കണ്ട് തൊഴാം. മണിക്കിണറും കണ്ട് തൊഴുത് അങ്ങനെ വരുമ്പോൾ അടുത്ത അറയിലേക്ക് എത്തിയ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനും വസുദേവരൊക്കെ അങ്ങനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിലെത്തിയ ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ ഗോളക തന്നെയാണ്. ചുവന്ന പട്ടും ഉടുത്ത് ധാരാളം മാലകളൊക്കെ ഇട്ട് അർച്ചന പൂക്കളൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കണു. അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. പിന്നീട് ഭഗവതി നടയിൽ നിന്ന് അങ്ങനെ വന്ന് നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ചെറിയ കുഞ്ഞുണ്ണീനെ കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ കൂത്തമ്പലത്തിൽ വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് പ്രദക്ഷിണം ചെയ്ത് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ നടുക്കുള്ള ആ കാളിയമർദ്ദന രൂപം കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നാരായണാലയത്തിൽ പോയിട്ട് അവിടെ കയറുമ്പോൾ തന്നെ ഇടതുവശത്തെ ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് വന്ന് ഭഗവതി നടയിലും കിഴക്കേ നടയിലൊക്കെ വന്ന് തൊഴുത് തെക്കേ നടയിലേക്ക് വരിക. അവിടെ വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.